ഫ്രണ്ട്സ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. NTPC നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ NTPC എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ്. അപ്പോൾ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിൽ തന്നെ വിവിധ പോസ്റ്റുകൾ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാം ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ്, അതുപോലെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ NTPC രണ്ട് കാറ്റഗറിയിൽ വിളിക്കാറുണ്ട്. ഒന്ന് NTPC ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഗ്രാജുവേറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇനി അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് +2 ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ആ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സെപ്റ്റംബർ 20 ആയിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് വന്നാൽ നമ്മൾ അതിൻ്റെ വീഡിയോസും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്രാജുവേറ്റിൻ്റെ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ ഇവിടെ കാണാം 5/2024 ഇനി നമുക്ക് വരാനുള്ള NTPCയുടെ 6/2024 വരിക. ഓക്കെ, 2024 വരിക. അത് നമുക്ക് ഈ സെപ്റ്റംബർ 20 ആകുമ്പം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 21 മുതൽ അതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20 ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഗ്രാജുവേഷൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ കുറിച്ച് A to Z കാര്യങ്ങളാണ് പറയുന്നത്. വേക്കൻസി, സാലറി, ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവിടെ നമ്മുടെ ചാനൽ 71.5K ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂടുതലേക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് NTPC +2 ഒക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതുപോലെ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക് തുടങ്ങിയിട്ടുള്ള വേക്കൻസിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്ക് ടോട്ടൽ വേക്കൻസി അതിൽ 3455 വേക്കൻസിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൊറോണയുടെ ഒരു ഏജ് റിലാക്സേഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ഏജ് ലിമിറ്റ് ആയെന്ന് വിചാരിച്ച് നിൽക്കണ്ട. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ഇതിൽ RRBയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 13/9 സെപ്റ്റംബർ 13 നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് സെപ്റ്റംബർ 14 കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് 14/9/2024 നമ്മൾ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് ലിങ്കും അതുപോലെ വാട്സപ്പ് നമ്പറൊക്കെ നമുക്ക് സ്ക്രീനിൽ തരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈൻ ആപ്ലിക്കേഷൻ പർപ്പസിന് മാത്രമേ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ ചോദിക്കുകയാണ് വേണ്ടത്. ഇൻസ്റ്റയിൽ നമുക്ക് ഒഴിവുള്ള സമയത്താണ് അതിന് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ സർവീസൊക്കെ ഉണ്ടായി നമ്മുടെ ഈസി ടൂൾസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണാം 13/10 കേട്ടോ. നിങ്ങൾക്ക് 13/10 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. 14/9 മുതൽ. ഇനി നമുക്ക് ഫീ പേയ്മെൻറ്റ് ക്ലോസ് ആയി കഴിഞ്ഞാലും 14/10, 15/10 നമുക്ക് ഫീ പേയ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പാടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോകേണ്ടില്ല, എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് കറക്ഷൻ വരുത്താവുന്ന ഒരു ഡേറ്റ് നമുക്ക് RRB തരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 16/10 മുതൽ നിങ്ങൾക്ക് 25/10 മുതലാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് നമുക്ക് തിരുത്താനുള്ള ഓപ്ഷനാണ്. പക്ഷേങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, RRBയിൽ എന്തൊക്കെ നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അതൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതീവ ശ്രദ്ധയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചെയ്യണം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ പറയുന്ന 16/10/2024 മുതൽ 25/10/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചാൽ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന RRB നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിനൊക്കെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാം, അതിനെക്കുറിച്ചൊക്കെ പറയാം. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് സാവധാനം ടൈം എടുത്ത് നിങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിൻ്റെ എൻഡിലേക്ക് കൊണ്ടുപോകരുതെന്നുള്ളൂ. ഓക്കെ, എൻഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ സെർവറൊക്കെ ബിസി ആയിട്ട് നമുക്ക് അപേക്ഷ നൽകാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാഴ്ചയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ അത് ഒബ്സർവ് ചെയ്ത് നിങ്ങൾ എലിജിബിൾ ആണെന്നൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഓക്കെയാണ്, വളരെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അത് എഡിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളത് സബ്മിറ്റ് ചെയ്യുക. ഇനി എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ 250 രൂപ എക്സ്ട്രാ നമ്മൾ ചാർജും കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ സമയനഷ്ടവുമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പണനഷ്ടവും വരും. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ജസ്റ്റ് നമ്മുടെ ഒരു കുറച്ച് ഡ്യൂറേഷനുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഇവിടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇതിലേക്കൊന്നും യാതൊരു എക്സ്പീരിയൻസോ മറ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ബാച്ചിലർ ഓഫ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികളും ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏജ് ലിമിറ്റ് ഓരോന്നിൻ്റെ നിങ്ങൾക്ക് കാണാം. ഏതിൻ്റെ ഏജ് ആണെങ്കിലും മിനിമം ഏജ് 18ഉം മാക്സിമം ഏജ് 36ഉമാണ്. ഈ 36 എന്നുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നോർമലി ഇങ്ങനെ ഉണ്ടാകുക 18 to 33 ഉണ്ടാവാറ് സാധാരണഗതിയിൽ. പക്ഷേ നമുക്ക് കൊറോണ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, കോവിഡിൻ്റെ ആ ഒരു കാരണം കൊണ്ട്, COVID-19 ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് റെയിൽവേ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ നഷ്ടപ്പെട്ട ആ ഒരു വർഷങ്ങൾ എന്താണ് റെയിൽവേ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ശരിക്കും ആ ഒരു കോമ്പൻസേഷൻ നമുക്ക് ഈ ഒരു ഏജ് റിലാക്സേഷനിലൂടെ നമുക്ക് തരികയാണ്. അതായത് 18 to 36 ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, എല്ലാ പോസ്റ്റിനും 18 to 36. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആരെങ്കിലും ഏജ് ലിമിറ്റ് ഓവറായെന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ട. മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടോ. നല്ലൊരു ഏജാണ് 18 to 36 എന്ന് പറഞ്ഞാൽ. ഈ വർഷം മാത്രമേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. വൺ ടൈമാണ്. നിങ്ങൾക്ക് ഇനി അടുത്ത റിക്രൂട്ട്മെൻറ്റ് സൈക്കിളിൽ അത് കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഓൾറെഡി 18 to 33 ഇതിൻ്റെ ഏജ് വരാറ് സാധാരണ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത്. അപ്പോൾ 1/1/2025 നിങ്ങൾക്ക് 18 to 36 ഈ 18ൻ്റെയും 36ൻ്റെ ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈസി ടൂൾസിൽ തന്നെ ഏജ് കാൽക്കുലേറ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ് അറ്റ് ദ ഡേറ്റ് നോക്കും. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ള ജസ്റ്റ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് അതിൽ പറഞ്ഞത്രയായിരുന്നു, ഞാൻ മറന്നുപോയി. ഓക്കെ, 1/1/2025. ഇവിടെ നമുക്ക് ഏജ് അറ്റ് ദ ഡേറ്റ് 1/1/2025 ഒരു കാൽക്കുലേറ്റ് എടുത്താൽ നിങ്ങൾക്ക് എത്ര ഏജായി, മന്തായി, ഇയറായി എന്നൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ആകും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഏജിൻ്റെ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ നിലവിലുള്ള ഏജ്. സാധാരണ ഇനി അടുത്ത വർഷം ഒക്കെ വരുന്നത് 18 to 33 എന്നുള്ള ആ റേഞ്ചിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 18 to 36 കിട്ടാൻ കാരണം, 36ലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ കാരണം, റിലാക്സേഷൻ കിട്ടാൻ കാരണം COVID-19 കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗിക്കുക. അടുത്ത വർഷം അത് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഓരോ പോസ്റ്റിൻ്റെ വേക്കൻസികളും നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് 3144 ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. അങ്ങനെ ടോട്ടൽ 8113 വേക്കൻസിയാണ്. വേക്കൻസിക്ക് എന്തായാലും കൂടാൻ തന്നെയാണ് സാധ്യത. കാരണം നമുക്ക് ടെക്നീഷ്യനും എൽപിൻ്റെ ടെക്നീഷ്യൻ്റെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വേക്കൻസി കൂടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സും ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകളൊക്കെ എന്ത് ചെയ്യാം, അവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. PWDക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇതിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോൾ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെങ്കിൽ B2 ആണ്. ഇത് നിങ്ങൾ നോക്കി വെക്കാതെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താണെന്നുള്ളത്. ദെൻ സ്റ്റേഷൻ മാസ്റ്റർ A2 ആണ്. ദെൻ ഗുഡ്സ് ട്രെയിൻ മാനേജർ A2 ആണ്. ദെൻ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് C2 ആണ്. ദെൻ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് C2 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പം ഞാൻ എന്താണ് A2 C2 എന്നുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു RRBയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിരുവനന്തപുരം RRBയിലേക്ക് അപ്ലൈ ചെയ്തവർക്ക് ചെന്നൈയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു RRBയെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ RRBയിൽ തന്നെ വന്നിരിക്കുന്ന വിവിധ വേക്കൻസികൾക്ക് നമുക്ക് പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നിലധികം RRB നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം തന്നെ നമുക്ക് വിവിധ പോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ വിവിധ പോസ്റ്റുകളിൽ നമുക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ എല്ലാത്തിനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതല്ല നിങ്ങൾക്ക് എന്താണ് തിരുവനന്തപുരം കൊടുത്ത ആൾക്ക് എന്ത് ചെയ്യാൻ ചെന്നൈ കൊടുക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടായിരുന്നു, അതായത് എക്സാം സെൻറ്റർ എക്സാം സിറ്റി ഒക്കെ എങ്ങനെയാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ എക്സാം സെൻറ്റർ എക്സാം സിറ്റി ഒക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന RRBയിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട് ടെക്നിക്കൽ അതുപോലെ ലൊജിസ്റ്റിക്കൽ ഫിസിബിലിറ്റിയെ അടിസ്ഥാനമാക്കിയായിരിക്കും. അതായത് ഈ പറയുന്ന അവർക്ക് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും അതുപോലെ അതിൻ്റെ ആ ഒരു സെൻറ്ററിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ എന്തായിരിക്കണം, അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഉദ്യോഗാർത്ഥികൾ ചിലപ്പം ഒരു സിറ്റി, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താണ്, കോഴിക്കോട് നിന്ന് ചിലപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ അങ്ങോട്ടും ചിലപ്പോൾ സ്റ്റേറ്റ് മാറേണ്ടി വരും. ഇപ്പോൾ കേരളത്തിലുള്ളവർ ചിലപ്പോൾ തമിഴ്നാട് പോകേണ്ടി വരും. അങ്ങനെ പല ഭാഗത്ത് പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മേ ബി എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. മീൻസ് നമുക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തമായിട്ട് എന്താണ് നമ്മൾ ഈ പറയുന്ന കോഴിക്കോട് തന്നെ കിട്ടണം എക്സാം സെൻറ്റർ, അതൊന്നും നമുക്ക് പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ പോയിട്ടും എക്സാം എഴുതാൻ വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് എക്സാം ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് 2 സ്റ്റേജസ് ആണുള്ളത്. ഒന്ന് നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടായിരിക്കുക, CBT ആണ്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് എല്ലാ പോസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. സ്റ്റേജ് 1 എല്ലാ പോസ്റ്റും ഉണ്ടായിരിക്കും. എന്നാൽ സ്റ്റേജ് 2 എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതുപോലെ ടൈപ്പിംഗ് സ്കില്ല്, ഇതൊക്കെ നമുക്ക് ചില പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്ററിനും അതുപോലെ തന്നെ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിന് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും കേട്ടോ, ടൈപ്പിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ കാണുന്നുണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. എന്നാൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടായിരിക്കുക. അല്ലാതെ വേറെ സ്കിൽ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ സിഗ്നേച്ചർ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്ലോക്ക് ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ അത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സൈൻ ആയിരിക്കണം. അതുപോലെ അതിൽ ഗ്യാപ്പൊന്നും വരരുത് എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സമയത്തൊക്കെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തും മെഡിക്കൽ എക്സാമിനേഷൻ്റെ സമയത്തൊക്കെ നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ തന്നെ നമ്മൾ സൈൻ ചെയ്യണം. അതല്ല അതിലെന്തെങ്കിലും വേരിയേഷൻ വന്നാൽ നമ്മുടെ കാൻഡിഡേച്ചറിന് റിജക്റ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സിഗ്നേച്ചർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാ നിങ്ങൾക്കൂടെ കാണാം A2, A3, B2, C2, ഇങ്ങനെ ഈ ഒരു 4 കാറ്റഗറിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പോസ്റ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ പറഞ്ഞു, ഇതാ ഈ ഒരു കോളം നോക്കട്ടോ, B2, A2 ഓരോ പോസ്റ്റിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ. ഓക്കെ, വെറുതെ നമ്മൾ എക്സാമൊക്കെ എഴുതി ലാസ്റ്റ് പിന്നീട് മെഡിക്കലി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആയി പോകുന്നൊരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്കൂടെ കാണാം A2 കാറ്റഗറിയിൽ ജനറൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അതായത് നമുക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളോ എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ജനറലി നമുക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണ്. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങളുടെ വിഷനാണ്. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഇത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ആവും. ഇത് ടെസ്റ്റ് ഉണ്ടാവും, റെയിൽവേയുടെ ടെസ്റ്റ് ഉണ്ടാവും. 6/9 6/9 എന്ന് പറയുന്നത് 2 കണ്ണിന് നമുക്ക് 6/9 എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. അത് വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് വിഷയം നമുക്ക് ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് 6/9 6/9 എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, സമീപത്തുള്ള ഏതെങ്കിലും ഒരു ഐ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഐ ക്ലിനിക്കിലോ പോയിട്ട് നിങ്ങൾ അത് ഉറപ്പ് വരുത്തണം. എന്നിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നമുക്ക് വിഷൻ എന്തെങ്കിലും ഒരു മങ്ങലോ അങ്ങനെ ബ്ലറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിലാണ് ഞാൻ പറയുന്നത്. നോർമലി ഉള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അപേക്ഷ റിജക്റ്റ് ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ പഠിച്ച് നമ്മൾ എഫേർട്ട് എടുത്ത് അവിടെ എത്തിയിട്ട് പിന്നെ അത് റിജക്റ്റ് ആവും. ഇതിലെന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് റിജക്റ്റ് ആയി പോകട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിയർ വിഷനും അതുപോലെ തന്നെ 0.6 ആയിരിക്കണം 2 കണ്ണിൻ്റെതും. അതുപോലെ അതും വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന കളർ വിഷനും ബൈനോക്കുലർ വിഷനും നൈറ്റ് വിഷനും ഒക്കെ അങ്ങനെ ഇതിൻ്റെ ടെസ്റ്റൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ പാസ്സാണ് കേട്ടോ. അതൊക്കെ ഈ പറയുന്ന മെഡിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താണ് ഉണ്ടായിരിക്കുക. അതുപോലെ മയോപ്പിയ വിഷൻ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഐ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളെങ്കിൽ ഐ ക്ലിനിക്ക് പോയിട്ട് അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഒന്ന് ആദ്യം വേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് A3 കാറ്റഗറിയാണ്. ഇതിലും ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഫിസിക്കലി ഫിറ്റ് ആണ് ജനറൽ ആയിട്ട് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ല നമുക്ക് നിശ്ചിത ഹൈറ്റ് വെയിറ്റ് അതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. മീൻസ് ഒരു ജനറൽ ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ്. അതിന് പ്രത്യേകമായിട്ടൊരു ക്രൈറ്റീരിയ ഒന്നും അവിടെ പറയുന്നില്ല.
പിന്നെ അതിലേക്ക് രണ്ട് കണ്ണിന് നമുക്ക് 6/9 6/9 ഉണ്ടായിരിക്കണം. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് പറയുന്നത് കേട്ടോ. ഗ്ലാസ് ഉണ്ടായാലും ഗ്ലാസ് ഇല്ലെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ലെൻസിൻ്റെ പവർ 2 ഡയോപ്റ്റർ കൂടാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്. പിന്നെ നിയർ വിഷൻ 0.6 തന്നെ ആയിരിക്കണം. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. നേരത്തെ പറഞ്ഞത് രണ്ടും വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് വേരിയേഷൻ. ഇവിടെ വിത്ത് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് കേട്ടോ. ഗ്ലാസസ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന കളർ വിഷനും ബൈനോക്കുലർ വിഷനും നൈറ്റ് വിഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പാസ്സാവണം എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മൂന്നാമത്തെ B2 ആണ്. ഇതിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാനുള്ള കണ്ടീഷൻ തന്നെ അതെല്ലാത്തിലും ഒരേപോലെ തന്നെയാണ്. ഇതിൽ ഡിസ്റ്റൻസ് വിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒന്ന് 6/, ഒരു കണ്ണ് 6/9 ഒന്ന് നമുക്ക് എന്താണ് 6/12 ആണ് വേണ്ടത്. അത് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഗ്ലാസ് ഉണ്ടെങ്കിലും ഗ്ലാസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഈ 6/9 6/12 എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്നെല്ലൻ ചാർട്ടാണ്. അത് നിങ്ങൾ കാഴ്ച പരിശോധിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വലിയ അക്ഷരത്തിൽ, പിന്നെ അങ്ങനെ ചെറുതായി ഇങ്ങനത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നതനുസരിച്ചാണ് ഈ ഒരു വിഷയം പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വെറുതെ അത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ. റെയിൽവേൻ്റെ നിങ്ങൾ ഏതെങ്കിലും വീഡിയോ എടുത്ത് നോക്കിയത് അതിൻ്റെ ചാർട്ടൊക്കെ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വെച്ച് നമുക്കത് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുക. അത് നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു പവർ ഓഫ് ലെൻസ് ഏകദേശം 4 ഡയോപ്റ്റർ വരെയൊക്കെ പോകാം. അതിൻ്റെ അപ്പുറത്തേ പോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മാറ്റം വരുന്നത്. അപ്പം ഈ A1 നിന്നും B2 എത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പവറിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് ഈ പറയുന്ന B2 കാറ്റഗറിയിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കട്ടോ. നിയർ വിഷൻ 0.6 തന്നെ ആയിരിക്കണം. വിത്തൗട്ട് ഗ്ലാസ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബൈനോക്കുലർ വിഷൻ ഇങ്ങനെയുള്ള ഫീൽഡ് ഓഫ് വിഷൻ കാര്യങ്ങൾ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത് വരുന്ന C2 ആണ്. ഇതിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്ന കണ്ടീഷൻ തന്നെയാണ്. ഇതിൽ നമുക്ക് 6/12 ആണ് പറയുന്നത്. അപ്പോൾ 6/12 ഈവൻ നമുക്ക് ഒരു കണ്ണിന് കാഴ്ച പ്രശ്നമുള്ളവർക്ക് വേണമെങ്കിലും ഇതിലേക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ണിന് പൂർണ്ണമായിട്ടും കാഴ്ച ഇല്ലെങ്കിൽ വരെ ഈ പറയുന്ന C2 കാറ്റഗറി വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതിലേക്ക് അതായത് അത് നമുക്ക് വിത്ത് ഓർ വിത്തൗട്ട് ആയാലും C12 ഉണ്ടായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഗ്ലാസ് ഉണ്ടെങ്കിലും ഗ്ലാസ് ഇല്ലെങ്കിലും. അതുപോലെ അതിൻ്റെ 0.6 ഉണ്ടായാൽ മതി, നിയർ വിഷൻ ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ പറയുന്ന A1 നിന്നും നമ്മൾ ഈ C2 വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാഴ്ചയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം കാഴ്ച വേണ്ട ഒരു കണ്ടീഷനാണ് A2 അല്ലെങ്കിൽ A3 കാര്യങ്ങൾ. പിന്നെ B2 C2 വരുമ്പോൾ എന്താണ് കാഴ്ച കുറവുള്ളവർക്കും അത്യാവശ്യം എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ A2 ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വിത്തൗട്ട് ഗ്ലാസ്സിലാണ് ഈ വിഷയം വേണ്ടത് കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വിത്തൗട്ട് ഗ്ലാസ്സിലുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ ഒരു ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഏതിലേക്കാണോ അപ്ലൈ ചെയ്യുക വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പോവുക. നിങ്ങൾക്ക് ആ വിഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഡൗട്ടുള്ളവർക്ക്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ റിഫ്രാക്ടറി എററൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സർജറി ചെയ്തവരോ അല്ലെങ്കിൽ ലേസിക് സർജറി ചെയ്തവരോ എന്നാണെങ്കിൽ ഈ പറയുന്ന A2 A3 പറയുന്ന എന്താണ് ആ ഒരു ക്രൈറ്റീരിയ പറയുന്ന രീതിയിൽ ഉള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, A2 A3 പറയുന്ന. എന്നാൽ B2 C2 ഒക്കെ ആണെങ്കിൽ എന്താണ് ഈ റിഫ്രാക്ടറി എറർ ഇതാക്കുന്നുണ്ട്, ലേസിക് സർജറിയോ അല്ലെങ്കിൽ മറ്റ് സർജറി ഒക്കെ ചെയ്തവരാണെങ്കിലും B2 C2 എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് ലേസിക് സർജറി കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം അതിനനുസരിച്ചൊക്കെ നോക്കണം, എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അത് ഞാൻ പറഞ്ഞു, എനി ഗ്രാജുവേഷൻ ആണ്, എനി ഡിഗ്രി ആണ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിനേഷൻ ഫീ ഉണ്ട്. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് ഈ പറയുന്നപ്പോൾ നിങ്ങൾക്ക് കാണാം PWD കാൻഡിഡേറ്റ്സ്, അതായത് ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികൾ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ, അതുപോലെ തന്നെ SC ST, അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇവരാണെങ്കിൽ 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് കൊടുക്കേണ്ടത്. അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സ്റ്റേജ് 1 എഴുതി കഴിഞ്ഞാൽ തന്നെ ആ 250 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആവും. അതിന് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് 500 രൂപയാണ് എന്ത് ചെയ്യുക, ഇനീഷ്യലി കൊടുക്കേണ്ടത്. അത് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 400 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. 100 രൂപയാണ് അവിടെ പിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ അവിടെ കാണാം. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, അങ്ങനെയുള്ള ജൈനിസം, ഇങ്ങനെയുള്ള മതവിഭാഗക്കാരാണ്. ഇനി ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആനുവലി ഈ പറയുന്ന 50,000 താഴെ വാർഷിക വരുമാനമുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കും എന്താണ് 250 രൂപ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് BPL കാർഡിൻ്റെ ഉടമയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീ റിലാക്സേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇനി നമുക്ക് പറഞ്ഞു ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ 40 മാർക്കിന് നിങ്ങൾക്ക് ജനറൽ അവയർനെസ്, 30 മാർക്കിന് മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, 30 മാർക്കിന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കീമൊക്കെ സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാൻ പറ്റും ഏതൊക്കെ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. വേറെ എവിടെയും തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ക്വാളിഫൈ കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഈ
സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന സ്കീം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജനറൽ അവയർനെസ് 50 മാർക്കിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് 35 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ CBT 1 കഴിഞ്ഞാൽ CBT 2 ആണ് ഉണ്ടായിരിക്കുക. ഈ CBT 1ഉം 2ഉം എല്ലാ പോസ്റ്റിനും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്കീമും ആ ഒരു ടോപ്പിക് വൈസ് അത് കാര്യങ്ങൾ ഒക്കെ സിലബസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതെല്ലാ പോസ്റ്റിനും ഇല്ല, അത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പോസ്റ്റാണെന്ന് വ്യക്തമായിട്ട് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇപ്പം ഗുഡ്സ് ട്രെയിൻ മാനേജർ, അതുപോലെ തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കോമൺ ആയിട്ടുള്ള, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം ദെൻ ടെസ്റ്റ് 2 ഉണ്ടായിരിക്കും കേട്ടോ. സ്റ്റേജ് 2ഉം സ്റ്റേജ് 1ഉം ഉണ്ടായിരിക്കും. 2 സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. CBT 1ഉം CBT 2 ആണ് ഉണ്ടായിരിക്കുക ഈ പറയുന്ന പോസ്റ്റിന്. ഓക്കെ, ബാക്കിയുള്ള പോസ്റ്റിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് വരുന്നത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്. ഓക്കെ, ഈ പറയുന്ന പോസ്റ്റിന്, ഓക്കെ, ഈ പറയുന്ന സീനിയർ 2ഉം 3ഉം സീരിയൽ നമ്പർ ഈ പറയുന്ന പോസ്റ്റിന് നിങ്ങൾക്ക് സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കൂടാതെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും പാടുണ്ടാവും കേട്ടോ 2നും. ഓക്കെ, പിന്നെ വരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ കഴിവുണ്ടെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ നോളജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, സ്റ്റേജ് 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, എന്നാൽ ബാക്കി ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഈ പറയുന്ന സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റിലേക്കും ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റിലേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ സ്റ്റേഷൻ മാസ്റ്ററിലേക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കാം. മറ്റേ 2 പോസ്റ്റിലേക്ക് എന്താണ് ഈ പറയുന്ന സ്കിൽ ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ ഇല്ല. പിന്നെ നേരെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലേക്ക് പോകാം. ഇനി ഇവിടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം വെച്ചാൽ, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം 20 GB 50 GB ഇടയിൽ, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം 10 GB 40 GB ഇടയിൽ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഫ്രീ ട്രാവൽ പാസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കാസ്റ്റ് റേറ്റിക്കണം അതിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള രീതിയിൽ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ അത് സ്ക്രൈബിനാണ്. സ്ക്രൈബിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാം എഴുതാൻ സഹായിക്കുന്ന PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എക്സാം സഹായിയുടെ ഫോട്ടോ ഒക്കെ അവർ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇനി ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കളർ പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, വൈറ്റ് ഓർ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ മാക്സിമം നിങ്ങൾ നോക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ടപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ RRB അത് റിജക്റ്റ് ആക്കുന്ന രീതിയിൽ കണ്ടിരുന്നു. മീൻസ് അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ശ്രദ്ധിക്കുക. 320x240 പിക്സലായിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. 20 KB 50 KB ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതായിരിക്കണം, അതുപോലെ പ്രൊഫഷണൽ സ്റ്റുഡിയോന്ന് എടുത്തതായിരിക്കണം. ഒരിക്കലും നമ്മളെന്താണ് മൊബൈൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ചെയ്ത രീതിയിലുള്ളതോ ആകാൻ പാടില്ല, അത് റിജക്റ്റ് ആവുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കണം. ഇനിയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരും. നിങ്ങൾ സ്റ്റുഡിയോയിൽ പോവുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക ഫോട്ടോ എടുക്കുക. എന്നിട്ട് അവരോട് പറയാം 320x240 പിക്സലിൻ്റെ ഡയമെൻഷൻ ഒന്ന് മാറ്റിത്തരാൻ പറയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് 20 KB 50 KB ഇടയിൽ ഫയൽ സൈസും ആക്കി തരാൻ പറഞ്ഞാൽ അവർ ചെയ്തുതരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയുടെ ഒരു 12 കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ മെയിലിലേക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സോഫ്റ്റ് കോപ്പി അയച്ചു തരാൻ പറഞ്ഞാൽ മതി. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡിയോയിൽ പോയിട്ട് അത് ഫോട്ടോ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 12 കോപ്പി അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. സെലക്ഷൻ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ പല ഘട്ടങ്ങളിൽ അത് പല പർപ്പസിന് ആവശ്യം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ സിഗ്നേച്ചറാണ് അടുത്ത്. നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. ക്യാപിറ്റൽ ലെറ്ററോ കാര്യങ്ങളൊന്നും നമ്മൾ ബ്ലോക്ക് ലെറ്റർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. JPG ഫോമാറ്റ് ആയിരിക്കണം. 150x60 പിക്സലായിരിക്കണം ഫയൽ സൈസ്, ഡയമെൻഷൻ. ഫയൽ സൈസ് 10 KB 40 KB ഇടയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റിൽ തന്നെ ഈസി ടൂൾസ് ഉണ്ട്. ഈസി ടൂൾസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രീതിയിൽ ഈസി ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ ഈ പറഞ്ഞ രീതിയിൽ ഫോട്ടോ എഡിറ്റർ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഡയമെൻഷനൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിനൊക്കെ വേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം OBC NCL കാൻഡിഡേറ്റ്സിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ രീതിയിലുള്ള ഫോർമാറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ OBC NCL കാൻഡിഡേറ്റ്സിന് മറ്റൊരു സർട്ടിഫിക്കറ്റും പാടുണ്ട്. നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് റെഡിയാക്കി വെച്ചാൽ മതി. ഓക്കെ, ഒന്ന് ഇത് വേണം OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് ഇത് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം
ഓക്കെ, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇതാണ് വേണ്ടത് ഒന്ന്. രണ്ടാമത്തെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഇത് നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി കേട്ടോ. ഇപ്പം വേണ്ട ആവശ്യമില്ല, ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ നെയിം എഴുതി നിങ്ങൾ തന്നെ സൈൻ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് മതി. പിന്നെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് ഇട്ടത്. പിന്നെ നിങ്ങൾക്ക് EBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ, അതായത് ഈ പറയുന്ന എക്സാമിനേഷൻ ഫീ റിലാക്സേഷൻ ലഭിക്കുന്ന വാർഷിക വരുമാനം 50,000 താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് BPL ഉണ്ടെങ്കിൽ BPL കാർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാം. BPL കാർഡ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം, ഈ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ആവശ്യമായുള്ള ഇഷ്യൂയിങ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന തഹസിൽദാറോ ആരെടുത്തെങ്കിലും നമുക്ക് ഇത്ര വരുമാനമുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇഷ്യൂ ചെയ്ത് വാങ്ങാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യുക, ഫീ റിലാക്സേഷൻ ആവശ്യമുള്ളവർ. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വാർഷിക വരുമാനം 50,000 താഴെയുള്ളവർ കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് BPL കാർഡ് ഉണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്താൽ മതി, ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് ക്ലെയിം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ നമ്മുടെ അപേക്ഷക്ക് റിജക്റ്റ് ആവട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൈനോറിറ്റി കാൻഡിഡേറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീ റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ് ഇത്. നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ, നിങ്ങൾ തന്നെ സെൽഫായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്, വേറെ എവിടുന്നും അതോറിറ്റിയും ഫില്ല് ചെയ്യേണ്ടതല്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ വില്ലേജും ടൗണും അഡ്രസ്സും സ്റ്റേറ്റും ഇതൊക്കെ എഴുതിയിട്ട് നിങ്ങളുടെ സൈൻ ചെയ്യുക, ഡേറ്റ് ചെയ്താൽ പ്ലേസ് ചെയ്താൽ, ഇതാണ് ആ ഫോം. ഓക്കെ, പിന്നെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ എന്താണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫോമാറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് അവർ ചെയ്യണം. സ്ക്രൈബിൻ്റെ ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീനിൽ. എല്ലാത്തിനും ഡിഗ്രിയാണ് കേട്ടോ, ജസ്റ്റ് ഡിഗ്രി നിങ്ങൾ പാസ്സായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, ടൈപ്പിംഗ് സ്കില്ല് ആവശ്യമുള്ള ആ പോസ്റ്റിലേക്ക് മാത്രം നമുക്ക് ടൈപ്പിംഗ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ടൈപ്പിംഗ് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. PWDക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേക്കൻസി നോക്കാം. ഇതിൻ്റെ RRB വോയിസ് വേക്കൻസീസ് ആണ്. ഇപ്പോൾ അഹമ്മദാബാദിൽ ടോട്ടൽ 516 വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഓരോന്ന് അജ്മീർ എല്ലാം കാണാം. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ 496 വന്നിട്ടുണ്ട് വേക്കൻസി. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ചെന്നൈയിൽ 436 വന്ന ടോട്ടൽ വേക്കൻസി. തിരുവനന്തപുരം അത്യാവശ്യം വേക്കൻസി ഉണ്ട്. കൊൽക്കത്ത 1352 ഞാൻ നോക്കിയതിൽ വെച്ചിട്ടും കൂടുതൽ വേക്കൻസി ഇവിടെയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് RRBയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ കേട്ടോ, ഒന്നിലധികം പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവനന്തപുരം നിങ്ങൾക്ക് ഇവിടെ കാണാം. തിരുവനന്തപുരം നമുക്ക് 821 വേക്കൻസി തിരുവനന്തപുരം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് SC/ST OBC റിസർവ്ഡ് വേക്കൻസികളൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പേജിലേക്കായിരിക്കും വരിക. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ എന്നുള്ള ഭാഗം കാണാം. ഇവിടെ അപ്ലൈ എന്നുള്ള നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കാം. അങ്ങനെ അപ്ലൈ എന്നുള്ള ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി മുൻപ് RRBയുടെ, അതായത് ഈ വർഷം നിങ്ങൾ RRBയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിതിൽ ലോഗിൻ ചെയ്യാണ് വേണ്ടത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു ഇമെയിൽ കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് എടുത്ത് ലോഗിൻ ചെയ്യാം. ഇനി അതല്ല നമുക്കെന്താണ് ഇതുവരെ നമ്മൾ ഈ വർഷം ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ALPൻ്റെ ഇതിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ലിങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, രജിസ്ട്രേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഇവിടെ ജസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല ഇതിൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം പാടെ പറയാൻ വിട്ടു, അതായത് നിങ്ങൾക്ക് നിശ്ചിതമായുള്ള ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഡൗൺലോഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ കൂടെ കാണാം. 5/2024 നേരെ ജസ്റ്റ് ഒന്ന് മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണട്ടെ. എല്ലാത്തിൻ്റെ ഫോർമാറ്റ് ഇതിൻ്റെ SC/ST OBC എല്ലാത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.